வணக்கம் மக்களே, வெல்கம் டு தி சேனல். நான் ஸ்ரீனி பிரபாகர். இன்னைக்கு நம்ம கூட அக்கா சுவாதி பிரபாகர் ஜாயின் பண்ணியிருக்காங்க. வணக்கம். ஹலோ. ஓகே, எல்லாம் பார்ட் 1 அண்ட் 2 பார்த்துருப்பீங்கன்னு நினைக்கிறேன். பார்க்காதவங்களுக்கு டிஸ்கிரிப்ஷன் லிங்க் கொடுத்துருங்க, போய் பாருங்க. இப்போ நம்ம பார்ட் 3 போயிடலாம். എന്താ ആമിയുടെ പ്രോബ്ലം? എന്തോ ഒരു വലിയ സങ്കടം കിടപ്പുണ്ട് ആ കുട്ടിയുടെ മനസ്സിൽ. വലിയ അവൾ സങ്കടം. ആദ്യം വന്നപ്പോൾ ഉണ്ടായിരുന്ന ആ ഗ്രൂമി അവസ്ഥ ഒന്ന് മാറി വന്നതായിരുന്നു. മുത്തശ്ശ, ആ പുറത്തെ കാഴ്ചകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് അകത്തേക്ക് നീങ്ങാം. കാറ്റിൽ ഷെഡാണ്. വളരെ വിശേഷപ്പെട്ട ഇനം പശുക്കളുടെ ഒരു സംഭവം തന്നെയാണ് അതിനകത്ത്. ആ കണ്ടുകളയാം. ഓ. രവി, ആ. എനിക്കെല്ലാം ഇഷ്ടപ്പെട്ടു. പക്ഷെ ഒന്ന് മാത്രം സുഖിച്ചില്ല. ഈ പാമ്പിന്റെ പേര്. ഈ ബേത്ലഹേമും നമ്മളുമായിട്ട് എന്താ ബന്ധം? മാത്രമല്ല പേര് കേട്ടാൽ മേജർ ഷെയർ ഡെന്നിസിന്റേതാണെന്ന് തോന്നുകയും ചെയ്യും. അത് മുത്തശ്ശ, പേര് മാറ്റാൻ പറ്റില്ല. ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളിത് ഒരു സായിപ്പിന്റെ കയ്യിൽ നിന്നാണ് വാങ്ങിയത്. സായിപ്പിന് ഈ പേരിനോട് ഭയങ്കര സെന്റിമെന്റ്സാ. അതൊക്കെ ഞാൻ പിന്നീട് ഒരിക്കൽ പറയാം. ആദ്യം നമുക്ക് പശുക്കളെ കാണാം. ഓക്കെ, വെൽക്കം. താങ്ക് യു. ശരിയായ കാമധേനു. റിയലി ഇതല്ല ഏത് ബ്രീഡാ? എല്ലാം നല്ല മോസ്റ്റ് മോഡേൺ ബ്രീഡ്സാ. ഓൾ Modern ഇമ്പോർട്ടന്റ് ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? പേര് സ്റ്റെഫി ഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവളുടെ ബ്രദർ ശില്പ ഷെട്ടി. മാർട്ടിന നവരത്ലോവ. ഓ, ആ പറഞ്ഞ ഒന്നിന്റെ പേരാ? അതെ, അവള് സ്പെയിൻകാരിയാ. എല്ലാത്തിനെയും മെഷീൻ വെച്ച് വേണം കറക്കാൻ. ചതിച്ചു. ആ ലോറൻസ് അവന്റെ മുതലാളി വരുന്നുണ്ട്. രവി സാറ് കുറെ കാശ് ഞാനോ ഡെന്നീസ് കാശ് കൊടുക്കാനുള്ള? കുറെ കാശ് കൊടുക്കാനുള്ള പാർട്ടിയാ സാറേ. ദേ മുതലാളി. ശരി സാറേ, ഞാനാ മുതലാളി. അവിടെ നിന്ന് പാടോ. ஐயோ, சரிப்பா, சரி. என்ன ஆறா? இவங்கதான்ப்பா பேரு. ആമി, അതത്താണ് നാളും சொன்னேன். Yes, Dennis. എന്താ ആമി തനിച്ചിരിക്കുന്നത്? അങ്ങനെ തോന്നി. പലപ്പോഴും അങ്ങനെ വേണ്ടേ? പാടില്ല. ആമി ഇങ്ങനെ തനിയെ മാറിയിരിക്കുമ്പോ, ആമിയുടെ കണ്ണൊന്ന് നിറയുമ്പോ ഈ വീട് മുഴുവൻ പിടക്കുകയാണ്. ആമി എന്ന ന്യൂക്ലിയസിന് ചുറ്റുമാണ് ഇവിടെ എല്ലാവരും ജീവിക്കുന്നത്. അവരെ ഒന്ന് വേദനിപ്പിക്കാതിരുന്നൂടെ? ഡെന്നിസ്, മനഃപൂർവ്വമല്ല. എനിക്ക് ചിലപ്പോഴൊന്നും കഴിയുന്നില്ല. ചിലപ്പോ എനിക്ക് ഇങ്ങനെയൊക്കെ പെരുമാറാനേ കഴിയും. അതും ഞാൻ പറഞ്ഞില്ലേ, ജന്മം തന്നവരുടെ ക്യാരക്ടറിന്റെ ജനറ്റിക് എഞ്ചിനീയറിംഗിന്റെ കുഴപ്പമാവും. തേങ്ങ കൊലയാണ്. டிஃபால்ட் செட்டிங். ആമി, എന്താ കുഴപ്പമെന്നറിയോ? തന്റെ കണ്ണിലൂടെ തന്നെ തന്നെ കാണുന്നതിലുള്ള കുഴപ്പമാണ്. താൻ തന്നെയാണ് എല്ലാറ്റിലും വലുതെന്നുള്ള ഒരുതരം സുപ്പീരിയോറിറ്റി കോംപ്ലക്സ്. എന്നെ കുറിച്ച് അറിയോ ആമിക്ക്? ഞാനും ഒരു അനാഥനാണ്. എ ബോൺ ഓഫ് ലൈക്ക് മീ. നോട്ട് അറ്റ് ഓൾ ലൈക്ക് യു. ആമിക്ക് ഒരു അച്ഛനുണ്ട്, അമ്മയുണ്ട്, മുത്തശ്ശൻ, മുത്തശ്ശി, അങ്ങനെ ഒരുപാട് പേർ. അവർ തന്നെ ദത്തെടുത്തതല്ല, സ്വന്തമാക്കിയതാണ്. എന്റെ കഥയിൽ അങ്ങനെ ആരുമില്ല. ബ്രൂക്സ് ആൻഡ് വെൽസ് എന്ന ബ്രിട്ടീഷ് ഇന്ത്യൻ കമ്പനിയാണ് എന്നെ വളർത്തി വലുതാക്കിയത്. ബോർഡിംഗ് സ്കൂളിലും പിന്നെ കോളേജിലും മുടങ്ങാതെ മാസം തോറും ആ കൽക്കട്ട ബേസ് കമ്പനിയുടെ മണി ഓർഡർ എത്തിയിരുന്നു. തിരിച്ചറിവിന്റെ പ്രായം എത്തിയപ്പോ ഞാൻ അന്വേഷണം തുടങ്ങി. ബ്രൂക്സ് ആൻഡ് വെൽസ് എന്ന കമ്പനിയും ഞാനുമായുള്ള ബന്ധം. തന്റെ ഭാഷയെ പറഞ്ഞാൽ എന്ത് ജനറ്റിക് ചുറ്റിക്കളിയാണ് ഇതിന്റെ പിറകിലെന്നറിയാൻ അറിഞ്ഞില്ല, ആരും പറഞ്ഞില്ല. ഒരു ദിവസം ഞാൻ ചെന്നു. രക്ഷകർത്താവായ കമ്പനി തേടി കൽക്കട്ടയിൽ. പക്ഷേ ഇളം മഞ്ഞ നിറമടിച്ച വിക്ടോറിയൻ ബിൽഡിംഗ് അടച്ചിരുന്നു. കമ്പനി വൈൻഡപ്പ് ചെയ്തു. സായിപ്പന്മാർ തിരിച്ചുപോയി. വെറുതെ അങ്ങ് പോയതല്ല, കണക്കില്ലാത്ത ഒരു വലിയ തുക എന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിക്ഷേപിച്ചിട്ട് ഒരു ധനികനായ അനാഥനാക്കി എന്നെ മാറ്റിയിട്ട് എന്റെ പേtrons പോയി. മാന്ത്രിക വിദ്യ കൊണ്ട് രാജകുമാരനായി മാറിയ തെണ്ടിച്ചെറുക്കന്റെ കഥ ഒരു മുത്തശ്ശി കഥ പോലെ വിചിത്രം. വേദനിക്കുകയും കണ്ണീരൊഴുക്കുകയും ചെയ്ത കാലം പണ്ടേ പോയി. ഇന്ന് ഞാൻ ശ്രമിക്കുന്നത് മുഴുവൻ ആരെയും വേദനിപ്പിക്കാതിരിക്കാനും, കഴിയുമെങ്കിൽ ആർക്കെങ്കിലും നന്മ ചെയ്യാൻ, ആരെങ്കിലും സ്നേഹിക്കാൻ. എനിക്കത് കഴിയുന്നുണ്ട്. ആമിക്കും അത് മാത്രം ചെയ്തൂടെ? യെസ് ഡെന്നിസ്, എനിക്ക് മനസ്സിലാവുന്നു. ഇനി തന്റെ ഉള്ളിൽ അത്രയ്ക്ക് വലിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയേ, ആരോടെങ്കിലും പറഞ്ഞ് അതിന്റെ ടെൻഷൻ കളയും. ചിലപ്പോ എനിക്കത് ഡെന്നിസിനോട് പറയാനാവും. I think so. Good. சொல்றேன்னு சொன்னாங்க. ഡെന്നിസ്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാവുന്നു. ഒരു നല്ല ഫ്രണ്ട്. നിങ്ങൾക്കതാവാൻ കഴിയും. ஃப்ரெண்ட் ஜோன் பஸ். ரொமான்ஸ்ல இல்ல, ബിജിഎം പോട്ടാங்க. ஃப்ரெண்ட் ஜோன் தான். ഈ വെളുപ്പാൻ കാലത്ത് കാണുന്ന സ്വപ്നം ഫലിക്കും എന്നൊരു വിശ്വാസം ഉണ്ടല്ലേ സാർ? എന്താ നീയും സ്വപ്നം കണ്ടു തുടങ്ങിയോ മോനായി? എന്തായിരുന്നു സ്വപ്നത്തില്? ഒരു മിന്നുകെട്ട്, ആ. ആകാശമൊട്ട് ഉയരമുള്ള പള്ളി, രാത്രിയാ, ചുറ്റും പുക പോലെ വെളുത്ത മഞ്ഞ്, ആകാശം നിറയെ മാലാകമാരും നക്ഷത്രങ്ങളും. കല്യാണ ചെറുക്കൻ വെള്ള കുതിരയെ പൂട്ടിയ വണ്ടിയിലെ വന്നത്. സാറായിരുന്നു അത്. പെണ്ണിനെ കണ്ടില്ലടാ. മുഖം വ്യക്തമാവുന്ന മുമ്പ് നേരം വെളുത്തുപോയി സാർ. പക്ഷെ സാറേ,
ഇപ്പൊ ദാ പോയ പാർട്ടി അല്ലായിരുന്നോ അതൊന്നും എനിക്കൊരു സംശയം. അല്ലേ സാറേ? നല്ല ഒരു സംശയം. അല്ലേ സാറേ? ഇല്ലല്ലേ അവൻ ചുമ്മാ ഏത്തി വിട്ടു. ഇതാ, ഇതാ. ரிங் ஜம்ப் பண்ணதுக்கேவா? ஷீஷ். கொஞ்சம் தனியா படுத்து ஃபீல் அப்புறம் இப்படிதான் பண்றோம். கிடக்கணும். ஆ. எங்கேயோ கேட்ட மாதிரி இருக்கு. மலை காற்று வந்து இசை பேசு ஞானமோடு வந்து நீயடி சம்திங். தமிழ்ல இருக்கு இந்த பாட்டு. ஓகே. அடியோஸ் அமிகோஸ். ஆசீர்வாதம் கொடுக்குறாரு. ஃபோக்கஸில் தான் இருக்கும். ஃபோக்கஸில் தான் இருக்கும். ஓகே. இந்த கேபின் நல்லா இருக்கு. கிளாஸ் ஹவுஸ். இதான் ரொம்ப ஃபீல் பண்ணுறாங்களே. செம்ம அடி வாங்கியிருக்காங்க இங்க. அதுதான். எனக்கு தெரிஞ்ச பிரேக்கப் தான் ஒரே ரீசனா இருக்கும். இல்லை இவங்க பயாலஜிக்கல் பேரண்ட்ஸ் தெரிஞ்சிருக்கலாம். மேபி. இவர் போட்டிருக்க டிஷர்ட்ஸ்லாம் நல்லா இருக்கு. இந்த மாதிரி தான் நான் போடுவேன். என்ன இவங்களும் பாட்டு பாடுறாங்க? அப்புறம் இவங்களுக்கு காதூல் வராதா? பயங்கரமான ஐலாஷஸாக இருக்கு. ஃபேக்கா ரியலா? ம் ஐலாஷஸ். ஸ்கூல் ட்ரெஸ் மாதிரி போட்டு விட்டாங்க. ம் என்னமோ இருக்கு. அவங்க எழுதுனதை போட்டு எரிக்கிறாங்க. ஹார்ஸ் ரைடிங், அந்த வயலண்டான ஹார்ஸ் ஓட்டிட்டாங்க ஃபைனலி. மீன்ஸ் ஷி மாஸ்டர்ட் ஹர் மைண்ட். காட் பை. இன்னைக்கு ஃபாரஸ்ட் ஆஃபீஸர் மாதிரி இருக்கு. இந்த டிஷர்ட் ஜீன் நல்லா இருக்கு. அப்படியே விஷயம். 2 குதிரை மட்டும் தனியா சுத்திக்கிட்டு இருக்கியா? கசின்ஸ் ட்ரிப் வரேன்னு சொல்லிட்டு காதூல் ட்ரிப் ஆக்கிட்டாங்க. அதான் அந்த லேம்ப் போஸ்ட் நல்லா இருக்கு. ஆமா, எங்க போனாலும் லெஃப்ட் சைட்ல இருக்கு, பாத்துட்டேன். சம்திங் ஸ்பெஷல். பாய் ஃப்ரெண்ட் சிச்சுவேஷன் தான் நினைக்கிறேன். கண்டிப்பா மாட்டிப்பாங்க. நம்மளால் அவுட் ஹவுஸில் தான் இருக்காரு, பார்த்துருவாரு. എന്താ രാത്രി ഇവിടെ വന്നിരിക്കുന്നത്? ഏയ് ആർ യു ക്രൈങ്? നോ ഡെന്നിസ്, ഇല്ല, ഞാൻ ചിരിക്കായിരുന്നു. കണ്ടില്ലേ? ദാ ഈ എന്താ ഇത്? കാര്യം എന്താണെന്ന് പറയൂ. എനിത്തിങ് സീരിയസ്? ഇല്ല ദേ, ഞാൻ ഇപ്പൊ രവിയെ മുത്തശ്ശനെയൊക്കെ വിളിക്കും. ഇല്ല, ഞാൻ ഇവിടെ ഇരുന്ന് കരഞ്ഞതും ഡെന്നിസ് എന്നെ കണ്ടതും ഡെന്നിസ് ആരോടും പറയില്ല. അപ്പൊ അതിനകത്ത് എന്തോ ഉണ്ട്. പറയും, ഇത് പറയണം. ശരിയല്ലല്ലോ, ഒരു പെൺകുട്ടിക്ക് ഇത്രയ്ക്ക് സീക്രട്ട് ബിസിനസ് പാടില്ല. ഡെന്നിസെ പറയരുത് എന്ന് പറഞ്ഞാൽ പറയരുത്. ഭീഷണി? യെസ്, ബ്ലാക്ക് മെയിലിംഗ് എന്ന് കൂട്ടിക്കോളൂ.
എന്തോന്ന് വെച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാൻ? കേട്ടാൽ ഞെട്ടുന്ന ഒരു ന്യൂക്ലിയർ ബോംബ് എന്റെ കയ്യിലുണ്ട്. മോനായിക്ക് മുത്തശ്ശന്റെ അലമാരിയിൽ നിന്ന് കട്ടെടുത്ത ഒരു കുപ്പി ബ്രാൻഡിയാണ് കൊടുത്തത്. മോനായി പിടി. മോനായി പിടിക്കും, പക്ഷെ ഓവർ ആയാൽ ഈ മോനിക്ക് ഫീൽ ചെയ്യും. അത് ஓ കുഴപ്പമില്ല. எஸ்டேட் யாருன்னு கண்டுபிடிச்சிட்டாங்க போல. ആ, അപ്പൊ അവര് രണ്ടുപേരും മോനായിക്ക് സ്മോൾ തരില്ലല്ലേ? പ്രശ്ന മാസത്തില് 3 ബസ് മോനായി അവര് കാണാനെടുത്ത് അടിച്ചൂടെ? എന്റെ സാറുമാരായതുകൊണ്ടുള്ള സ്നേഹം കൊണ്ട് പറയാൻ തെറ്റിദ്ധരിക്കരുത്. പെൺകുട്ടികളാ രണ്ടുപേരും. കുപ്പിയിൽ മാർക്ക് ഇട്ട് അതിന്റെ അളവ് പറഞ്ഞാൽ എന്നെ കുനിച്ചു നിർത്തി കുമ്പത്താറ് ജാമ്പ് കാമ്പും. சாரி. ബോർണല്ലേ? അവര് തമ്മിൽ കോമ്പറ്റീഷൻ അല്ലേ? അവരിൽ ആരാണ് കൂടുതൽ ബോറന്ന് കണ്ടുപിടിക്കാൻ ശ്രമത്തില്ല. എന്നാലും ഈ ഡെന്നിസ് എന്ന് പറയുന്നവനൊരു നാണമില്ല. ആരെ പറഞ്ഞ ഇന്നാളെ ഡെന്നിസ് സാറിന്റെ ട്രൗസർ ഒരു പോയിട്ട് നാളെ വന്നത് ആ നാണമല്ല. ഞാൻ ചുമ്മാ വർക്കിംഗ് പാർട്ട്ണറാന്നൊക്കെ പറഞ്ഞ് ഇവിടെ ഇങ്ങനെ ചെയ്യും. അതെ, നമുക്ക് ആ ഏരിയയിലേക്ക് കൂടുതൽ പോണ്ട. അങ്ങനെ പോയാൽ ചിലപ്പോ ഇൻഡിസെന്റ് ആവും. എന്തായാലും Indecent ഡെന്നിസ് അവനെ പിരിച്ചുവിടാൻ പോവാന്ന്. ആരെ? ഡെന്നിസിനെ അവനുമായിട്ടുള്ള പാർട്ട്ണർഷിപ്പ് മതിയാക്കുകയാണ്. ബോറൻ ഡെന്നിസ്, തെണ്ടി ഡെന്നിസ്. ഞാൻ പറഞ്ഞുട്ടോ, ഞാൻ ഏരിയയിലേക്ക് പോയാൽ ഞാൻ വൃത്തികെട്ടവനാവും. ഡെന്നിസിനെ പറ്റി പറയുമ്പോ മോനായിക്ക് ഇതിന്റെ ഫീലിങ്സ്. മോനായുടെ മുതലാളി രവിശങ്കർ അല്ലേ? രവിശങ്കർ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട കേട്ടോ. നട്ടല്ലോ പറയണം. ഞാൻ പറഞ്ഞ ഞെട്ടും. ഞൊട്ടും. എന്നെ ഞെട്ടിക്കാൻ മാത്രം മോനായി പറഞ്ഞിട്ടില്ല മോനെ. ഞാൻ പറയും പറയല്ലാണ്ട് ഈ തെണ്ടി ഡെന്നിസ് തെണ്ടി മോളെയല്ല, തെണ്ടി നിങ്ങളുടെ രവിശങ്കറാ. ഞങ്ങളുടെ രവിശാറിന്റെ ആണ് ഈ ഫാമും ഈ വീടെല്ലാം. നിങ്ങളുടെ രവിശങ്കറിന് ഒരു മാങ്ങാത്തൊലില്ല. എന്തിനു പറയണ്? ഇവിടുത്തെ കുതിരച്ചാണം വരാനുള്ള ജോലിയില്ല കേട്ടോ. കളയണല്ല. ഇത് ഞാൻ വിളിച്ചു പറഞ്ഞാ ഒന്നില്ലേ നിങ്ങളുടെ കള്ളം? ഒന്ന് ഡെന്നിസും മറ്റത് അയാളുടെ ഡമ്മീസും ആണെന്ന് എല്ലാരും செம അറിയാം. கேடியா இருக்காங்க அவங்க. പന്ന മോനാക്കി ഞാനൊന്ന് കൊടുക്കും. കൊടുത്തോ? ഉറങ്ങുകയാണെങ്കിൽ വിളിച്ച് ഉണർത്തിയിട്ട് കൊടുക്കണേ. ഡെന്നിസെ പോ ഡെന്നിസെ, ആരെങ്കിലും കണ്ടാ തെറ്റിദ്ധരിക്കും. നമ്മൾ തമ്മിൽ എന്തോ സീക്രട്ട് ബിസിനസ് നടത്താന്ന്. പോ. நீங்க இதுலயே சின்ன Hiding behind something, or she's just trying to get away with something. லவ் தான் ஏதோ சரியா செட் ஆகல போல, அவ்வளவுதான் பிரச்சனை போயிட்டு இருக்கு. பிரேக்கப் ஆக போகுது. ഫോൺ വേറല്ല, അതാ ലെറ്റർ. നിന്നെ ആ ബാങ്ക് മാനേജർ അന്വേഷിക്കുന്നുണ്ടായിരുന്നല്ലോ, കണ്ട? ഇല്ല, സാറിന്റെ കറക്റ്റ് ഹൈറ്റ് എത്രയാന്ന് എന്നോട് ചോദിച്ചു. ഹൈറ്റോ? ഇനി അഗ്രികൾച്ചർ ലോൺ പാസ്സായോ? ഏയ് അഗ്രികൾച്ചർ ലോണൊന്നല്ല. ഹൈറ്റ് കിട്ടിയാൽ കറക്റ്റ് സൈസിലുള്ള പെട്ടി ഓർഡർ ചെയ്യാനാവും. ആ, എന്തായി താത്തന്തു പേഴ്സണൽ പ്രോപ്പർട്ടീസ്? അതിനെ കുറിച്ച് നീ ഇങ്ങനെ വഴിക്കെ കാണുമ്പോഴൊക്കെ എന്നോട് ചോദിച്ചോടാ. പെൺകുട്ടി ആരാന്ന് കണ്ടുപിടിച്ച് ഇപ്പി കയ്യിലോട്ടിട്ട് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞിട്ട് കല്യാണം ഉടനടി നടന്നില്ലെങ്കിൽ ഇവൻ പറഞ്ഞ പോലെ ഞാൻ ഏതെങ്കിലും ഒരു പെട്ടിക്കകത്ത് കയറേണ്ടി വരും. ഓട്ടറാ, നീ ആ ലോറൻസിനെ കണ്ടോ? കണ്ടാ ഞാൻ എവിടെയാണെന്ന് കൃത്യമായിട്ട് പറഞ്ഞു കൊടുക്കണേ. ഓട്ടറാ. டைரக்டா இவரே கேட்டறலாம், யாருங்க நீங்க 5 பேர்ல யாருங்க? സാറേ, ഈ ലോറൻസിന്റെ കാര്യം പറഞ്ഞപ്പോഴേ എനിക്ക് മറ്റൊരു കാര്യം ഓർമ്മ വന്നു. നമ്മുടെ രവി സാറിനെ പ്രേമിക്കുന്ന പെങ്കൊച്ചെന്ന് കണ്ടുപിടിച്ചേ പറ്റൂ. അത് നമ്മുടെ പാർട്ടിയല്ല എന്നുള്ള ഉറപ്പെങ്കിലും നമുക്ക് കിട്ടണ്ടേ? ശരിയാടാ, കണ്ടുപിടിക്കണം. കണ്ടുപിടിച്ചേ പറ്റൂ. എങ്ങനെ? എങ്ങനെയാണോ? നേരിട്ട് മുഖത്തോക്കി കാര്യം ചോദിക്കണം. അങ്ങനെ എനിക്ക് വയ്യ. ഇത് കണ്ടുപിടിക്കാനായിരുന്നു ചേട്ടന്മാര് രണ്ടും കൂടെ പൂച്ച പാട്ടെന്നൊക്കെ പറഞ്ഞ് കറങ്ങി നടന്നേ. ഇത്തരം കേസൊക്കെ കൈ കിട്ടിയാൽ ആമയെ വിളിക്കണ്ടേ? കയ്യോടെ പിടിച്ച് മുന്നിലേക്ക് ഇട്ട് തരും. മതി, ഡയലോഗ് നിർത്ത്. എനിക്കറിയേണ്ടത് ആമിയാണോ അത് അയച്ചതെന്നാണ്. മനുഷ്യ, എനിക്കൊരാളോട് പ്രേമം തോന്നി നോക്കിയാ ഞാൻ നേരെ മുഖത്ത് നോക്കി കാര്യം പറയും, അല്ലെങ്കിൽ ടെലിഫോൺ എടുക്കും. ഹലോ ചേട്ടാ, എനിക്ക് ചേട്ടനോട് ഭയങ്കര പ്രേമമാണ്, പ്രേമം കാരണം എനിക്ക് ഇരിക്കു പൊറുതി കിട്ടുന്നില്ല എന്ന് നേരിട്ടങ്ങ് പറയും. ഇത് കൊറിയർ സർവീസ് വഴി പൂച്ച അയക്കുക, അതിലൊരു പാട്ട്, അതൊക്കെ ഇക്കാലത്തെ ചോക്ലേറ്റ് പെൺപിള്ളേര് ചെയ്യും. ഐ എം വെരി സോറി. ആമിയല്ല, അത് മതി. ആമിയാവാതിരിക്കാൻ എന്ന് പറഞ്ഞില്ല. ആമിയാവില്ലെന്ന് എനിക്ക് വിശ്വാസമാണ്. അല്ല, ഡെന്നിസ് ഇക്കാര്യത്തിൽ ഇത്ര ഇൻട്രസ്റ്റ് ഉണ്ടാവാൻ? രവിയോട് പ്രോമിസ് ചെയ്തിരുന്നു കണ്ടുപിടിച്ച് കൊടുക്കാമെന്ന്. ആരാന്ന്? ഓക്കേ, ഐ ഹെൽപ് യു. ഏയ്, എവിടുന്നായി കൊറിയർ അയച്ചത്? அது இப்பதான் லாஜிக். ഓ, ആ, അന്നത്തെ ഒരു എക്സൈറ്റ്മെന്റിൽ ഞങ്ങളൊന്ന് വിട്ടുപോയി. അതറിഞ്ഞ ഈസി ആയിരുന്നു. ഇപ്പോ ഹൈദരാബാദിൽ നിന്നാണെങ്കിൽ അപർണ, ഡൽഹിയിൽ നിന്നാണെങ്കിൽ ഗായ, അങ്ങനെ പിടിക്കാം. ഏതായാലും മോനായിയോട് ഗാർബേജയും തപ്പിയെടുക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഈ പെൺപിള്ളേര് കൊള്ളാലോ. അതിലായാലും എനിക്ക് ഒരു സൂര്യം കിട്ടിയിട്ടില്ല. ആരായിരിക്കും ഒരു പിടി കിട്ടുന്നില്ല. കിട്ടിയോ? ആ ചപ്പും ചവറും കൂരയുടെ ഉള്ളിൽ കിടന്ന് ഇറങ്ങി മനുഷ്യൻ. ഇത് തന്നെ எதுவுமே இல்லையா? അഡ്രസ് നല്ല അഡ്രസ്സാ, ആളിന്റെ പേരും, പക്ഷെ സ്ഥലം കിട്ടി. എടി ഭയങ്കര നീയോ? ആമി, ആരാ പെണ്ണ്? വേഗം വരെ കാത്തില്ല അച്ചായ, ഇനി ഒന്ന് 6 വരെ കാക്ക്. இவங்க இந்த சீக்ரெட் ஒளிச்சிக்கிறதுலயே பெரிய இருக்காங்க. നീ വായിച്ചോടാ അഡ്രസ്? പിന്നെ എവിടുന്ന്? ജലന്ധർ. ஜலந்தர்னா பஞ்சாப். നീ വായിച്ചാണോ? എന്താ ജലന്ധറിന്റെ സ്പെല്ലിംഗ്? ക്യൂ
அருமைடா. ജലന്ധർ അയ്യോ. സ്പെല്ലിംഗ് കറക്റ്റ് പറഞ്ഞാലെന്തല്ലോ കള്ളം പറയുന്നത് എനിക്ക് ഇഷ്ടമാണ്, പക്ഷെ പറയുന്നത് ഞാനായിരിക്കണമെന്ന് മാത്രം. സത്യമായിട്ട് ഉം. ഞാനല്ല. ഡോക്ടറാ? എനിക്ക് അങ്ങനെ തോന്നി. ഇട്ടി വീഴും. നീ അല്ലെങ്കിൽ പിന്നെ ആ കൊറിയർ ട്രിവാൻഡ്രത്തിന് എങ്ങനെ വന്നു? അത് നമ്പർ വേണ്ട, സത്യം സത്യം പോലെ പറ. ആമി ട്രിവാൻഡ്രത്ത് നീ ഒഴിച്ച് ബാക്കി എല്ലാവരും ഉണ്ടായിരുന്നു. ഗായത്രിയും അപർണയും ജ്യോതിയും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ ഒരുമിച്ചല്ലേ മുത്തശ്ശിന്റെ അടുത്ത് പോയത്. അവിടെ അവരൊരു 10 ദിവസം ഉണ്ടായിരുന്നു. നിങ്ങൾ 4 പേരും Interesting. ട്രിവാൻഡ്രത്തുണ്ടായിരുന്നു 10 days. നീ എല്ലാം ഉറപ്പാണോ? ഗുരുവായൂരപ്പനാണ്, ഞാനല്ല. ആരായിരിക്കും? ഇനി ഐഡിയ? வெட்டு முடியா இருக்கே. കാരണം എപ്പോ നോക്കിയാലും അവള് രവിന്റെ കാര്യം പറഞ്ഞോണ്ടിരിക്കും. പിന്നെ സമയം കിട്ടുമ്പോഴൊക്കെ ആ പൂച്ച എടുത്ത് കൊഞ്ചിക്കുന്നത് കാണാം. ഞാൻ ചോദിച്ചാൽ അവൾ ഉറപ്പും. ഞാൻ ചോദിക്കാം, എന്നോട് അവള് സത്യം പറയും. கசின் குரூப். கசின் குரூப்புக்குள்ளே கேங் கேங்கா இருக்காங்க. கமிட்டி, உள் கமிட்டி. எங்கள்கிட்ட ஒரு 5 பேர் கொண்ட குழு இருக்கு. ലഞ്ച് അല്ല, ഒരു നമ്പർ 1 സദ്യ തന്നെ ഉണ്ടാക്കാം. ആമി വന്ന് വിളിച്ചപ്പോഴേ എനിക്ക് തോന്നി. എന്താ അന്നത്തെ പോലെ വൈനുണ്ടോ? എന്തോ ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. ഉണ്ട്, ഒരു അറേഞ്ച്മെന്റ് നടക്കുന്നുണ്ട്. മോളും വാ. டிஐடி ஆமி வாங்க. இன்னும் அந்த ஓல்டு மெக்டானல்ட்ஸ் உள்ள பாவீங்க. அதான். ബിരിയാണി ദേവു, അവളല്ല. ഞാൻ അങ്ങനെ മനസ്സിൽ പോലും ചിന്തിച്ചിട്ടില്ല. പിന്നെ ട്രിവാൻഡ്രത്ത് വന്ന അന്ന് തൊട്ട് ഞാൻ പനിയായിട്ട് കിടപ്പിലായിരുന്നു. എപ്പോഴും പുറത്തു പോയത് ഹാർഡ്ലി 2 times. അതും ഡോക്ടറെ കാണാൻ ദൈവന്റെ കൂടെ. നോ മാൻ. പിന്നെ 2 എണ്ണം കൂടി. மேன் இவங்க தான் யூஸ் பண்றாங்க. അതെ, കം നമുക്കൊരു ജോയിന്റ് അറ്റാക്ക് നടത്താം. ஜாயிண்டடா. இந்த 2 பீஸ்ல இது ஒரு பீஸா? അമ്മി, ഞങ്ങൾ ഒരാൾ രവിയെ ഭയങ്കരമായിട്ട് സ്നേഹിക്കുന്നുണ്ട്. മാഡ്ലി ഇൻ ലവ് വിത്ത് ഹിം. അതാരാണെന്ന് ഞങ്ങൾക്കറിയാം, പക്ഷേ പറയില്ല മോളെ. ആരൊക്കെ തലയും കുത്തി നിന്നാലും ഞാൻ പിടിക്കും. അതുവരെ तू मेरे hero number 1. Come children, come. Lunch is ready. Come on. तू मेरे hero number 1. तू मेरे മോളെ. நான் பிடிக்கும் போல. രവി, രവി, പ്രശ്നം പാതി പരിഹരിച്ചു. പ്രശ്നം ഇതെന്താണ് നട്ടുച്ചയ്ക്ക് നിലവിളക്കം കൊളുത്തി വെച്ച് നിനക്ക് ഭ്രാന്ത? ഡിസ്റ്റർബ് ചെയ്യാതെ പോടാ പുല്ലേ. എടാ പൂച്ച അയച്ചത് ജ്യോതിയോ ഗായത്രിയോ ആണ്. ആരായാലും എനിക്ക് വാഴക്കയാ. ഈ പോന്റെ ഡെന്നിസേ, ഞാനിപ്പോ ധ്യാനത്തിലാ. ധ്യാനത്തിന്റെ ഒടുവിൽ ഞാനൊരു പേര് പറയും. അവളെ ഞാൻ കെട്ടും. അവളെ ഞാൻ കെട്ടു. കട്ടായം. പൂച്ചയും പട്ടിയും എല്ലാം പോയി തുളയട്ടും തമ്പി. തെണ്ടുവായ മകനെ ഡെന്നിസേ. പോയി മോനെ. ಒಬ್ಬರು ಮಾಡಿಕೊಂಡ್ರೆ ತಾತೊಂದು ಬೆಳೆಸಲಾಗ್ತಿಲ್ಲ ಅಂದರಿಕೆ ಸಿಗುತ್ತೆ. தாத்து ശശി, அவரே ஒரு நேம் செலக்ட் பண்ணிட்டாரு. യെസ്, എ ഹാപ്പി ന്യൂസ്. ഞാൻ തീരുമാനിച്ചു ആരാണ് ഇനിയുള്ള കാലം എന്റെ ജീവിതം ഷെയർ ചെയ്യാന്ന്. കല്യാണം നിശ്ചയിച്ചോളൂ. ഐ എം റെഡി. நேம் சொல்லுங்கப்பா. ஆரா? വെയിറ്റ്, ഇറ്റ്സ് എ ஐயோ சர்ப்ரைஸ். எவ்வளவு பெருசா சர்ப்ரைஸ் வைப்பீங்க இந்த படத்துல? പറഞ്ഞിട്ട് പോടാ. തെമ്മാടി. ആരാ? தெம்மாடி காத்தே. It's a surprise. ஐயோ பாட்டி. അഭിരാമി. യെസ്, நினைச்சேன் மஞ்சு வாரியர் சூஸ் பண்ணிட்டாரு. നീ ചുമ്മാ അല്ല ഡെന്നിസ്. ഞാൻ തീരുമാനിച്ചു എന്റെ കള്ളത്തരങ്ങൾ ഏതാണ്ടൊക്കെ അറിയാവുന്നത് അവൾക്കാ. പിന്നെ അവൾക്ക് എന്നെ ലൈഫിനെ കുറിച്ച് വലിയ മോഹങ്ങളൊന്നും മനസ്സിലുള്ളതായിട്ട് തോന്നിയിട്ടില്ല. ബാക്കിയുള്ള കക്ഷികളൊക്കെ ഭയങ്കര അംബീഷ്യസാ. നമ്മുടെ ലൈനിൽ ഒത്തുകിട്ടില്ല. ഷീ സിമ്പിൾ, ഡൗൺ ടു എർത്ത്. എല്ലാത്തിന്റെ മേലെ കോമൺ സെൻസ് ഉണ്ട്. நினைச்சேன். അല്ല, അപ്പൊ നിന്നെ സ്നേഹിക്കുന്ന പൂച്ചയയച്ച് ചുമ്മാ കുട്ടിക്കളി. ഇനി അതിന്റെ പുറകെ നടക്കാൻ വയ്യ. അതിലൊക്കെ വല്ല സീരിയസ്നെസ് ഉണ്ടായിരുന്നെങ്കിൽ ഇതിനു മുമ്പ് മറന്നേക്ക് വന്നേനെ. கரெக்டானே? ഇത് മതി. നീ സംസാരിച്ചോ അവളോട്? ഇല്ല, ഇക്കാര്യത്തിൽ എനിക്ക് നിന്റെ ഹെൽപ്പ് വേണം. ഞാനത് പുറപ്പെടുക. അമ്മയെ വിളിച്ചോണ്ട് ഞാൻ തിരിച്ചെത്തുമ്പോഴേക്കും നീ അവളോട് ഒന്ന് സംസാരിച്ചേക്കണം. ഞാനോ? അവളുടെ ഒരു ലൈൻ എന്താന്ന് മനസ്സിലാക്കണമല്ലോ. എനിക്ക് നേരിട്ട് പ്രസന്റ് ചെയ്യാൻ ചമ്മല. അവളുടെ ഭാഗത്തുനിന്നൊരു നോ വരാൻ വഴിയില്ല. ഇക്കാര്യം സമയവും സന്ദർഭവും നോക്കി എങ്ങനെയെങ്കിലും നീ ഒന്ന് ഹാൻഡിൽ ചെയ്യേ. പോയിട്ട് വരട്ടാ. வெரி பேட் பிளான். வெரி பேடா? ஏங்க உங்களுக்கு லைஃப் பார்ட்னர் நீங்க தான் சொல்லணும். பண்ணோம். പതുക്കെ എല്ലാരും ഓടി വരൂ. അതെ അതെ. ഡോണ്ട് ഫൈറ്റ്. ഓക്കേ. അങ്കിൾ ദേവൻ എല്ലാരും കളിച്ചു. Bad. Very bad.
அவங்க இருக்கிற டிப்ரெஷன்ல எக்ஸ்ட்ரா டிப்ரெஷன் ஆக போறாங்க. ആ പിള്ളേരൊരു വഴിയാക്കിയല്ലേ. ഹേയ്, ഐ എം എൻജോയിങ്. നഷ്ടപ്പെട്ട ബാല്യം, നൊസ്റ്റാൾജിയ എന്നൊക്കെ ലിറ്ററേച്ചറിൽ പറയുന്ന ആ ഒരു മൂഡിലാണെന്ന് തോന്നുന്നു. നഷ്ടപ്പെട്ട ബാല്യത്തിൽ അങ്ങനെ ഓർക്കാൻ കൊള്ളാവുന്നതായി ഒന്നുമില്ല. ഓർഫനേജും അവിടുത്തെ പട്ടാളച്ചിട്ടയിലെ ജീവിതവും ഇതല്ല ഈ ദിവസങ്ങളിൽ അനുഭവിക്കുന്ന എല്ലാം പുതിയതാണ്. അക്കാര്യത്തിൽ ഞാൻ ഭാഗ്യവതിയാണ്. നീച്ച് ശ്വാസം മുട്ടിക്കുന്ന അച്ഛനും അമ്മയും കിട്ടി. ഓരോ വെക്കേഷനും യാത്രകൾ, എല്ലാ കസിൻസും ഒത്തുകൂടുന്ന ദിവസങ്ങൾ, ഒരുമിച്ചാണ് ഉറക്കം, എല്ലാം കൂടി ഒരു മുറിയില്, തലയുടെ കൊണ്ട് സ്റ്റണ്ട്. അങ്ങനെയാണ് ഓരോ ദിവസവും തുടങ്ങുന്നത്. എന്തൊക്കെയാ കാട്ടിക്കൂട്ടെന്ന് പറയാൻ കഴിയില്ല. വളർന്നുപോയി, അതാ പറ്റിയ കുഴപ്പം. എന്നും കുട്ടിക്കാലം ഒരു ബോൺസായി ടൈപ്പിൽ അങ്ങനെ നിൽക്കണം. വളർന്നിട്ടും വികൃതിക്കും കുറുമ്പിനും ഒരു മാറ്റവും വന്നിട്ടില്ല. അതൊക്കെ വെറുതെ പ്രിറ്റൻഡ് ചെയ്യുന്നല്ലേ. മറ്റുള്ളവർക്ക് സന്തോഷാവുന്നെങ്കിൽ ആവട്ടെ എന്നും കരുതി. ഒരു ബിഗ് സർപ്രൈസ് ആമിയെ കാത്തിരിക്കുന്നു. Can you guess? എന്നെ കാത്തൊരു സർപ്രൈസ്. ഇല്ല ഡെന്നിസ്, എന്നെ തേടി വരാനുള്ളത് ഒരു ന്യൂസ് മാത്രമാണ്. അത് കേൾക്കാൻ ഞാൻ ഉണ്ടാവുമെന്ന് മാത്രം എനിക്കറിയില്ല. இவங்களுக்கு ஆமா, ஹெல்த் என்ன இஷ்யூ. பண்ணணும்? ഏയ് ഒന്നുമില്ല, ചുമ്മാ വട്ട്. നമുക്ക് പോവാ ഡെന്നിസ്, ഞാൻ കുട്ടികളെ വിളിക്കാം. ஐ திங்க் அவங்களுக்கு லவ்வர் இருக்காங்க, இல்லனா ஹெல்த் இஷ்யூ. இல்ல பயாலஜிக்கல் பேரண்ட்ஸ் ஏதோ ஒண்ணு. എനിക്ക് കഴിയില്ല ആമിയോട് അത് പറയാൻ. மோனாய் ஹோனாய் சாட் எண்டிங் மட்டும் குத்துறாதீங்கடா. ப்ராபப்ளி வெல்டடா நானு. വൃത്തികെട്ടവൻ. പറഞ്ഞോ? പറഞ്ഞു കാണത്തില്ല. എന്റെ മനസ്സിനകത്ത് ഞാൻ ഒളിപ്പിച്ചു വെച്ചത് അവളെന്തോ മറ്റോ കണ്ടില്ലെന്നോ. ഒടുക്ക എന്നോട് കിളി വർത്താനം പറഞ്ഞാൽ ദാണ്ടേ എന്റെ കൊണം തെറ്റുട്ടോ. എന്നാടാ കുറെ നേരമായിട്ട് മൊണാന്ന്? നിനക്ക് എന്നാ വേണം? പകലാ കൊച്ചിനോട് പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞോ? എന്ത് കാര്യം? ദാണ്ടേ കിടക്കണേ, ഇപ്പൊ അങ്ങനെയായോ? ഇയാളെ പുല്ല എന്നാ കോപ്പി ചോദിച്ചോന്നാ? അമ്മയെ വിളിച്ചോണ്ട് വരുന്നതിന് മുമ്പ് അവൻ അവളെ കിട്ടാൻ തീരുമാനിച്ച കാര്യം ഞാൻ അവളോട് പറയണമെന്ന് അവൻ പറഞ്ഞു വെച്ച് പോയിരിക്കുന്നത്. അതാണോ ചോദിക്കുന്നത്? രവി സാറ് ആ കൊച്ചിനെയോ? അതെങ്ങനെയാ? അത് നടക്കില്ല. രവി സാറിന് വേറെ പെമ്പിള്ളേര്, അതിൽ ഏതെങ്കിലും ഒന്നിനെ കെട്ടിയാ മതി. ഇതിൽ കൈ വെക്കണ്ട. ഒന്നത് തെരിഞ്ഞാൻ. എടാ അവരൊരു കുടുംബമാ. അതിനാ എനിക്ക് നിനക്ക് എന്താ കാര്യം? കോമൺ സെൻസ് വേണം. ഓ, എനിക്ക് ഇത്തിരി കുറവാ ഈ പറഞ്ഞ തരത്തിലുള്ള സെൻസ്. എനിക്ക് എന്താ അറിയൂ, ഡെന്നി സാറിന് ആ കൊച്ചിന് ഇഷ്ടാ, ഏതാണ്ട് ആ കൊച്ചിനും. ഇത് തമ്മിൽ തുറന്നു പറയേണ്ട കാര്യമുള്ളൂ. அவங்க வந்து இவரை லவ் பண்ற மாதிரி எனக்கு ஒன்றும் தெரியல. പറയാനുള്ളതും കേൾക്കാനുള്ളതും എല്ലാം തുറന്ന് ഇവിടെ വെച്ചടിച്ചേക്കണം. അഭിരാമി ഇങ്ങോട്ട് വരികയെ? ആ കൃത്യം ടാം, ടാം. എന്റെ പള്ളി എന്ത്? ഞാൻ പോവാ. എടാ മോനെ, എടാ നീ അങ്ങോട്ട് മൂത്രം ഒഴിച്ചിട്ട് വരെ. എന്റെ കർത്താവേ, Full circle. டென்னிஸ் த மேனஸ். പ്ലീസ് കം. യെസ്, പറയൂ. എന്തോ എന്നോട് പറയാനുണ്ടെന്ന് മോനായി പറഞ്ഞു. സംതിങ് വെരി സീരിയസ്. അത് അമി, ഞാൻ ഈ വിറയലും വെപ്രാളൊക്കെ ഞാൻ മുമ്പ് കണ്ടിട്ടുള്ളത് കോളേജ് ക്യാമ്പസിന്റെ ചില കോർണേഴ്സിലാണ്. ലൈബ്രറി ഹാളിന്റെ ഉള്ളിൽ, ക്ലാസ് കട്ട് ചെയ്ത് ക്യാൻറ്റീനിൽ ചെല്ലുമ്പോ, കോളേജ് ഡേ ഫംഗ്ഷൻ എന്ന് ബാക്ക് സ്റ്റേജിന്റെ മറവിൽ. എന്താ ചായ പ്രശ്നം? ഒന്നുമില്ല. നത്തിങ്. ഇല്ല? ഇല്ല. ഓക്കേ, എനിവേ ഐ ലൈക്ക് ഇറ്റ്. എനിക്ക് നിങ്ങളോട് ഇഷ്ടം കൂടി വരികയാണ്. ഐ റിയലി ലൈക്ക് യു മിസ്റ്റർ ഡെന്നിസ്. இது வேற லைக்கிங் பா. തുടങ്ങി. ഞാൻ പോട്ടെ. ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ്. മതി, ഇത്രയും മതി. എന്ത് മതിയെന്ന്? ഐ ലൈക്ക് യു എന്നൊക്കെ പറഞ്ഞാൽ അർത്ഥം മലയാറ്റൂർ പള്ളിയിൽ പെരുന്നാളിന് പോരുന്നോന്നല്ലാന്ന് മോനായിക്ക് അറിയാൻ സാറേ. എടാ കോപ്പൻ ഉന്നെ ഞാനിന്ന് மலையாளத்துல பிடிக்கும் அப்படின்னா பிடிக்குங்கிறதுக்கு மலையாளத்துல என்ன? ഇഷ്ടപ്പെട്ടു. ഇപ്പൊ ഇനി ഇഷ്ടപ്പെട്ടുല്ല, കഷ്ടപ്പെട്ടു. அது கஷ்டம் தான். ഡെന്നിസ്, അമ്മ. അമ്മയ്ക്ക് മനസ്സിലായോ ആരാന്ന്? പോടെ പോട്ടെ. ഡെന്നീസ് ഒന്നും വിളിച്ചിട്ട് മനസ്സിലായോന്ന്? സുഖാണോ മോനെ? ആ. എങ്ങനെയുണ്ട് മോന്റെ പാർട്ട്ണർ? നല്ല കുട്ടിയാണോ? കുഴപ്പമില്ല. അല്ലമ്മേ, ഈ പാർട്ട്ണർഷിപ്പില് ഒരു വ്യവസ്ഥ കൂടി ഞാൻ സൈൻ ചെയ്തിട്ടുണ്ട്. അമ്മയുടെ മേലെ എനിക്കുള്ള അവകാശത്തിന്റെ പകുതി ഞാൻ അവന് വെച്ചു. നന്നായി. നീ തലതിരിഞ്ഞു പോയാലും അമ്മയ്ക്ക് വേറൊരു മോനുണ്ടല്ലോ. ഇതാരാണ് മനസ്സിലായി നിനക്ക്? എടാ ബാലമാമ, ആമിയുടെ അച്ഛനും അമ്മയും അങ്ങനെ പരിചയപ്പെടുത്തുന്നതായിരിക്കും ഡെന്നിസിന് മനസ്സിലാകാൻ കൂടുതൽ ഈസി. എവിടെ? കുട്ടികളെയൊന്നും പുറത്തു കണ്ടില്ല. കുട്ടികളെ അല്ല ഈ അന്വേഷണം. സ്വന്തം മോളെവിടെന്നാ? അകത്തേക്ക് പോവാമേ. നീ സംസാരിച്ചോ അമ്മയോട്? ഇല്ല, സംസാരിക്കാൻ പറ്റിയില്ലടാ. ഓ, ഇറ്റ്സ് ഓൾറൈറ്റ്. ഇനി വേണ്ട. ഞാൻ അമ്മയോട് കാര്യം പറഞ്ഞു. അമ്മ ബാലമ്മാമയെ കാണേണ്ട താമസം സംഗതി പൊട്ടിച്ചു.
ഇപ്പൊ അവരൊക്കെ ഭയങ്കര സന്തോഷത്തില. ഇന്നോ നാളെയോ സംഗതി നടത്തിയേക്കുമെന്ന് ഇപ്പൊ എന്റെ പേടി. ഞാൻ പഠിച്ചില്ലേ. இந்த ஒரு டைலாக் வரும்ல, சம் டை ஆஃப் தர்ஸ்ட் சம் ட்ரவுன். இந்த நிலைமை தான் அவருக்கு. കൺഗ്രാറ്റ്സോ? എന്തിന്? ഓ, ഒന്നും അറിയാത്ത വാവ. അയ്യടാ ആബ്സ്. എന്താ നിങ്ങക്ക് രണ്ടിനും വെഡിങ് ബെൽസ് മുഴങ്ങുന്നു മോളെ? ദാ അപ്പുറത്തെ മുറിയില് നിന്റെയും രവിയേട്ടന്റെയും മാരേജ് ഡേറ്റ് ഫിക്സ് ചെയ്യാണ്. എന്നിട്ട് നീ ഇവിടെ ഒന്നും അറിയാത്ത ഭാവത്തെ ചുരുണ്ട് കിടക്കുന്നു കള്ളി. ദേവു, മറ്റു രണ്ട് സൂപ്പർ കള്ളികളും എന്ത് ചെയ്യും? പൂച്ചയും സോങ്ങും വേസ്റ്റ്. ഞാൻ അറിയാതെ എന്റെ മാരേജ് ഫിക്സ് ചെയ്യുന്നോ? What the hell? ആര് പറഞ്ഞു ഞാൻ രവിയേട്ടനെ മാരി എന്ന്? എവിടെ നേരം കുളിച്ചിട്ട് വരാന്ന് പറഞ്ഞു പോയിട്ട് മടി. അതിന് മാറ്റമൊന്നും വന്നിട്ടില്ലല്ലേ? അതൊക്കെ അങ്ങ് മാറിക്കോളും. അവള് മിടുക്കി കുട്ടിയല്ലേ? എന്താ എല്ലാരും കൂടി ഒരു പൊട്ടിച്ചിരി? ഇങ്ങനെ വല്ലപ്പോഴും ഒത്തുകൂടുമ്പോ എന്തെങ്കിലും കിട്ടുമല്ലോ ചിരിക്കാൻ. ഞാനും കേട്ടൊരു തമാശ. നമുക്ക് എല്ലാവർക്കും കൂടെ ചിരിക്കാൻ. ഞാൻ രവിയേട്ടനെ മാരി ചെയ്യാൻ പോണൂന്ന്. ആ പൊട്ടികൾ അപർണൻ ദേവും വന്ന് പറയാ എന്നോട്. നീ അത് തമാശയാന്നാ കരുതിയിരിക്കുന്നത്? ഞങ്ങളത് ഫൈനലൈസ് ചെയ്ത് കഴിഞ്ഞു. എന്നോട് ചോദിക്കാതെ ഹൗ കാൻ യു ഡു ദാറ്റ്? ആരെ വിവാഹം കഴിക്കണമെന്ന് ഞാനാ തീരുമാനിക്കണ്ടേ. ഞാനത് തീരുമാനിച്ചിട്ടുണ്ട്. നിനക്ക് എന്താ சொன்னா നീ ഇങ്ങനെ റിബലാവുന്നത് എന്തിനാ? നിന്റെ നന്മയല്ലേ ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. എനിക്ക് നിങ്ങളുടെ നന്മയൊന്നും വേണ്ട. എനിക്ക് ഇഷ്ടമുള്ള ഞാൻ ചെയ്യും. തർക്കുത്തരം പറയുന്നു അച്ഛനോട്. നിന്നോട് ഞങ്ങൾ എന്ത് തെറ്റാ കുട്ടി ചെയ്തത്? നീ ഇങ്ങനെ അന്യരോട് പെരുമാറുന്നത് പോലെ ഞങ്ങളോട്. ഒരു കണക്കിന് അന്യരല്ലേ? ഇത്രയും കാലം വളർത്തിയെന്നല്ലാതെ വേറെ എന്ത് റൈറ്റ്സ് ഉണ്ട്? എന്താ ഈ കുട്ടിക്ക്? ഇന്ന് വരെ വാക്കുകൊണ്ടോ പ്രവൃത്തി കൊണ്ടോ നോവിച്ചിട്ടില്ല ഞങ്ങൾ അവളെ. അതിന്റെ പ്രതിഫലം തരുന്നതാണ് അവൾ. സ്നേഹം അളവിലും കൂടുതൽ കൊടുത്ത് വളർത്തിയിട്ടില്ല. എനിക്ക് വേണ്ട ആരുടെ സ്നേഹം. എന്നെ ഉപേക്ഷിച്ചുവിടാൻ ഞാൻ ഇറങ്ങി പൊക്കോളാം. ആമി, എന്താ എന്താ നീ ഇങ്ങനെയൊക്കെ? എനിക്ക് രവിയേട്ടനെ വിവാഹം കഴിക്കാൻ പറ്റില്ല. വേണ്ട, നിനക്ക് ഇഷ്ടമുള്ള ആളെ നിനക്ക് വിവാഹം കഴിക്കാം. നിന്റെ ഇഷ്ടം എന്താണോ അതിന്റെ കൂടെ ഞങ്ങൾ നിൽക്കും. കഴിയില്ല അത്. വൈ? ഡെന്നിസിനെയാണ് ഞാൻ വിവാഹം കഴിക്കുന്നെങ്കിലോ? അതെ, എനിക്ക് ഇഷ്ടമാണ് ഡെന്നിസിന് എന്നെയും. இது சும்மா சொல்றாங்க, சும்மா சொல்றாங்க. വലമമ്മ, ആമി പോ. ആമി പുറത്തു പോ. I don't believe it. ശരി, മുത്തശ്ശ, പ്ലീസ് ആരും ഇമോഷണലായി വെറുതെ വെള്ളം വെക്കരുത്. ഇതെനിക്ക് വിട്ടുതരാ. ഞാൻ കൈകാര്യം ചെയ്തോളാം. ആമിയുടെ ക്യാരക്ടർ എല്ലാവർക്കും അറിയാവുന്നല്ലേ. ഈശ്വര, എന്താണ് ഈ കുട്ടിക്ക് പറ്റണതാവോ? സത്യമാണോ രവി അവള് പറഞ്ഞതല്ല? എന്താ அதுக்கு ஏன் ஹார்ட் அட்டாக்? எப்படி இருந்தாலும் கல்யாணம் பண்ணி தர போறீங்க. മോനെ, രവി, ഞാൻ ഡോക്ടറെ വിളിക്കാം. അത്രയ്ക്കൊന്നും ഇല്ലാന്ന്. നീ ചെല്ലു രവി വേഗം. രവി, ஓ, இவரு சொல்ல போறாரு என்ன நடந்துச்சுன்னு தெரியாமலே. എടാ 2.5 വർഷമായി നമ്മൾ തമ്മിൽ പരിചയപ്പെട്ടത്. പക്ഷെ 2 ജന്മത്തിന്റെ അടുപ്പം എനിക്ക് ഫീൽ ചെയ്തിരുന്നു. എന്റെ വിശ്വാസം നമ്മൾക്കിടയിൽ ഒന്നിനൊരു മറയില്ല എന്നുള്ളതായിരുന്നു. പക്ഷെ നീ എന്റെ ധാരണ തെറ്റിച്ചു ഡെന്നിസ്. രവി, നിനക്ക് എന്നോട് പറയായിരുന്നു നീ മാമിയും തമ്മിൽ സ്നേഹത്തിലാണെന്ന് അറിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സന്തോഷിക്കുന്നത് ഞാനായിരിക്കില്ലടാ. നീ എന്നെ മനസ്സിലാക്കിയില്ലല്ലോ ഡെന്നിസ്. രവി, അതങ്ങനെയല്ല രവി. നീ ആമിയാണ് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചതെന്ന് അറിഞ്ഞപ്പോ അതിന്റെ കാരണവും ഞാൻ പറഞ്ഞു. ഇതൊരു പ്രേമമോ പ്രണയമോ മാങ്ങാ തൊലിയോ ഒന്നുമല്ല. ഏതെങ്കിലും ഒരു പെണ്ണിനെ കെട്ടണമെന്ന് പറഞ്ഞപ്പോ തോന്നി അവളെങ്കിൽ അവളെന്ന്, അത്രേ ഉള്ളൂ. എനിക്ക് നിന്നോടെല്ലാം പറയാമായിരുന്നു, തെറ്റാം. പക്ഷെ രവി, ഞാനും ആമി അതിനെ കുറിച്ച് ഒന്നും സംസാരിച്ചിരുന്നില്ല. എനിവേ, ഓടി വന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് കൺഗ്രാലേറ്റ് ചെയ്യുന്നതിന് പകരം വഴക്ക് പറയേണ്ടി വന്നൊരു സങ്കടമുണ്ട്. നീ എന്നോട് നേരത്തെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനിത് വളരെ പ്ലാൻഡ് ആയിട്ട് എല്ലാവരുടെ മുമ്പിൽ അവതരിപ്പിച്ചേനെ. മുഖത്തടിച്ച പോലെ വിളിച്ചു പറഞ്ഞപ്പോ I still don't think she loves Dennis. ഞാൻ ഡോക്ടർ സാമുവൽ ഒന്ന് വിളിച്ചിട്ട് വരാം. മുത്തച്ഛനും നെഞ്ചുവേദന. ഞാനും കൂടെ വരാം. നോ, ഇറ്റ്സ് ഓൾറൈറ്റ്. ஓகே, பார்ட் 3 இதோட ஸ்டாப் பண்ணிக்கலாம். மீண்டும் பார்ட் 4ல சந்திப்போம். நன்றி, வணக்கம்.